നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്, എന്താണ് അലോക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് അല്ലേ. അലോക്കേഷനിൽ 2 ടൈപ്പായിട്ട് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഇതിലുള്ളത്. കൈരളി ലിമിറ്റഡ് ഹാസ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. 5 ഡിപ്പാർട്ട്മെൻറ്റാണുള്ളത്. 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അതിന് വന്നിട്ടുള്ള ഓവർഹെഡ് എക്സ്പെൻസസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. റെൻറ്റ്, ഡിപ്രീസിയേഷൻ, അങ്ങനെ വന്നിട്ടുള്ള എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട്. ദെൻ അതിനുശേഷം അപ്പോർഷൻ ദ കോസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ ഫോളോവിങ് ഫർദർ ഡാറ്റ. അതായത് ഈ കോസ്റ്റുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അപ്പോർഷൻ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ കണക്കിലെടുത്താണ്. ഓരോന്നും താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏരിയ തന്നിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് ബേസിലാണ്. ഓരോന്നിൻ്റെയും ABCDE ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഏരിയ തന്നിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുമുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, അവിടെയുള്ള അസറ്റ് ഉണ്ട്, ലൈറ്റ് പോയിൻറ്റ്സ് ഓരോന്നിലും എത്രയുള്ളതെന്നുണ്ട്, അതൊക്കെ ഉണ്ട്. കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഈ റെൻറ്റ് വന്നു 10,000. ഇത് ശരിക്കും ഈ പ്രോബ്ലത്തിൽ എന്താ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റെൻറ്റ് 10,800 വന്നു. ഈ 10,800 മൊത്തത്തിലുള്ള റെൻറ്റാണ് തന്നിട്ടുള്ളത്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്ര വന്നു എന്നുള്ളതാണ് നമ്മൾ സത്യത്തിൽ ഈ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും എത്ര കോസ്റ്റാണ് വന്നത് എന്നറിയണം. മൊത്തത്തിലുള്ളതിൽ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് കാണുമ്പോൾ ഒറ്റയടിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് എത്ര റെൻറ്റ് വന്നു എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ അലോക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ട്രിക്ക് കണക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിൽ നമ്മൾ കോളംസ് വരയ്ക്കുന്നത് ഐറ്റം ഉണ്ട്, അതിൻ്റെ ബേസസ് ഓഫ് അപ്പോർഷൻമെൻ്റ് ഉണ്ട്, ടോട്ടൽ ഉണ്ട്. പിന്നെ നമുക്ക് എത്ര ഡിപ്പാർട്ട്മെൻറ്റാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3 എണ്ണം, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 എണ്ണം. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 5 കോളം, ടോട്ടലിൻ്റെ 1 കോളം, ബേസസ് ഓഫ് അപ്പോർഷൻമെൻറ്റും ഐറ്റം. അങ്ങനെ മൊത്തത്തിൽ 3, 2, 5 മെയിൻ കോളം, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിലുള്ള 5 സബ് കോളംസുമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ എളുപ്പത്തിൽ മനസ്സിലാവണം തന്നെ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അതിൽ ആദ്യത്തെ ഐറ്റം നമുക്ക് തന്നത് റെൻറ്റാണ്. അപ്പോൾ റെൻറ്റ് നമ്മളവിടെ എഴുതി. ഐറ്റംസ് എന്നുള്ളിടത്ത് നമ്മൾ കാണിച്ചു എന്ത് റെൻറ്റ് എന്ന് എഴുതി. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആണ് റെൻറ്റ്. നമ്മൾ ഈ ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ റെൻറ്റ് എന്തിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് എന്നാണ് നമ്മൾ ആ ടേബിൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ റെൻറ്റ് എടുക്കുമ്പോൾ ഫ്ലോർ ഏരിയയുടേത് ക്വസ്റ്റ്യനിൽ തന്നത് നോക്കി നോക്കൂ. ഈ താഴത്ത് തന്നിട്ടുള്ള ഏരിയ ഇൻ സ്ക്വയർ ഫീറ്റ് എന്നുള്ളതിൻ്റെ നേരെ 3,000, 4,000, 4,000, 2,000, 2,000 അങ്ങനെ തന്നില്ലേ. ആ ഏരിയ ഉണ്ടല്ലോ, ആ സ്ക്വയർ ഫീറ്റ്, അതിൻ്റെ ബേസിലാണ് നമ്മൾ റെൻറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ 3,000, 4,000 അതിനൊക്കെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3, 4, 4, 2, 2 എന്നാക്കിയെന്നാണ് ഇവിടെ. മനസ്സിലായി എന്ന് വിചാരിക്കണു. ഈ 3000, 4000 എന്നുള്ള സംഭവത്തിന് നമുക്ക് കണക്കിൻ്റെ കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് 3:4:4:2:2 എന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം. അത് ഞാൻ ചെയ്യേണ്ട വിധം ഇവിടെ താഴത്ത് കാണിച്ചിട്ടുണ്ട്. 10,800 ടോട്ടൽ. അതേ ഇൻറ്റു ആദ്യത്തത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വരുന്നത് 3,000 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 3 ആയിട്ട് എടുത്തു. ഇനി 3,000 വെച്ചിട്ടും ചെയ്യാം കേട്ടോ. 3 ആയിട്ട് എടുത്തിട്ട് 3/15. ഈ 15 എവിടെ നിന്നാണ് വന്നത്? ഈ 3:4:4:2:2 ഇത് കൂട്ടി നോക്കും. 3, 4, 7, 4, 11, 2, 13, 2, 15. കണ്ടോ, ഈ ടോട്ടൽ 15 ആണ്. അപ്പോൾ അതിന് എയുടെ 3 ആണ്. അപ്പോൾ 10,800 ഇൻറ്റു 3/15 അതാണ് 2,160. ഇനി ബീഡ് എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യും? 10,800 ഇൻറ്റു 4/15 2,880. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സിമ്പിളാണ്. ആദ്യത്തേത് എടുക്കുമ്പോൾ എയുടെ 3 അതേ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ. അങ്ങനെ ഓരോന്നിൻ്റെയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്?
റെൻറ്റിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും റെൻറ്റിൻ്റെ കോസ്റ്റ് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബിൽഡിംഗ്, അതും ഏരിയയുടെ ബേസിലാണ്. അതൊക്കെ നമ്മൾ വെറുതെ പറയണമല്ലാട്ടോ, ഇവിടെ ടേബിളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വെച്ചിട്ടാണ് ചെയ്യണത്. ദെൻ ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് അല്ലേ, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് അതും ഏരിയയുടെ ബേസിലാണ്. ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് നമ്മൾ വാല്യൂ ഓഫ് അസറ്റിൻ്റെ ബേസിലാണ്. അപ്പോൾ ആ വാല്യൂ ഓഫ് അസറ്റ് നോക്കി നോക്കൂ, അസറ്റിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് 8400 ദെൻ അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ ഓഫ് അസറ്റ്, വാല്യൂ ഓഫ് അസറ്റ് അതർ ദാൻ ബിൽഡിംഗ് കണ്ടോ, 1,50,000, 1,90,000, 1,80,000. അതിനെ നമ്മൾ ചുരുക്കിയാണ് കേട്ടോ. 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 15 അല്ലേ, 15:19:18:10:8. 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഷോർട്ടാക്കിയാണ്. ഇത് ഒന്നിച്ച് ചെയ്താലും ശരി തന്നെയാണ് കേട്ടോ, തെറ്റൊന്നല്ല. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തേനെ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 8400-നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരിക, 15ഉം 19ഉം 34 അല്ലേ, 34ഉം 10 44 8 52 10 62 8 70 കൊണ്ടാവും ഡിവൈഡ് ചെയ്യുക ഇവിടെ വരുമ്പോൾ. അതെങ്ങനെയാണ്, ഈ മൊത്തത്തിലുള്ളത് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ 8400 ഇൻറ്റു 15/70 ദെൻ 8400 ഇൻറ്റു 19/70 അങ്ങനെ മൊത്തത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ കോളംസ് ഫില്ലാവുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൽ ഓരോന്നും ചെയ്തിട്ടുള്ളത്. അതൊന്ന് മനസ്സിലാക്കി ചെയ്യുക ഓരോന്നും. ഇപ്പോൾ പവറിൻ്റെ എടുക്കുമ്പോൾ HP ഓഫ് മെഷീനാണ്. അപ്പോൾ ആ മെഷീൻ്റെ എന്താണ്, എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നോക്കുക കേട്ടോ. ഹോൾസ് പവർ ഓഫ് മെഷീൻസ് 400, 300, 200. അപ്പോൾ അതിന് ഷോർട്ടാക്കിയിട്ട് 4, 3, 2, 2 എന്നാക്കാം. അങ്ങനെയാണ് ഇവിടെ ആക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളത് ചെയ്ത് നോക്കൂ കേട്ടോ.